ഹലോ, അപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ 4ാമത്തെ സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ പഠിച്ച ഇതുവരെയുള്ള കോൺസെപ്റ്റുകൾ വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ അല്ലേ? സോ നമ്മൾ കുറച്ച് പ്രോബ്ലത്തിലൂടെ പോകും. കുറച്ച് അതിൻ്റെ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, പൈത്തൺ പഠിക്കുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പോകും. എന്നിട്ട് നമുക്ക് പതുക്കെ ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് സിമ്പിൾ ഒരു പ്രോഗ്രാം എഴുതാം. നമുക്ക് ഇതുവരെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ട് സിമ്പിൾ ഒരു പ്രോഗ്രാം എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫോർ ലൂപ്പിനെ പറ്റിയായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയായിരുന്നു പഠിച്ചത്. ഫോർ ലൂപ്പ് അല്ലേ? ഫോർ ലൂപ്പ് എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാണ് പ്രിന്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 10. 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഫോർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, സോ ഈ ഐ ആണ് ഈ റിപ്പീറ്റ് ചെയ്യാൻ പോണത്, ലൂപ്പ് അടിക്കാൻ പോണത് ഐ ആണ്. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച്. ഈ റേഞ്ചിനകത്ത് വേണം നമ്മൾ എവിടം തൊട്ട് എവിടം വരെ വേണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ എവിടം തൊട്ടാണ് വേണ്ടേ? 1 മുതൽ 10 വരെ അല്ലേ? 1, 10 വരെ വേണമെങ്കിൽ നമ്മൾ 11 വേണം. ഓക്കെ, 1 to 11. അപ്പോൾ എന്ത് ചെയ്യും? 11 വരെ പ്രിന്റ് ചെയ്യും. 11 വരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് 11 ഇല്ല, 10 വരെ ഉള്ളൂ. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യുക? ഡബിൾ കുത്തിടുക. ഓക്കെ അല്ലേ? സോ എന്നിട്ട് ഇപ്പം എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണത് ഈ ഐയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്താണ്? ആദ്യം ഫസ്റ്റ് എന്താണ് ചെയ്യാൻ പോണേ? ഫസ്റ്റ് ഇവിടെ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ കൂടും. ഐയുടെ വാല്യൂ എന്താവും? 2 ആവും. അടുത്ത ലൂപ്പിൽ പിന്നെയും തിരിച്ചു വന്നിട്ട് ഐയുടെ വാല്യൂ 3 ആവും. ഐയുടെ വാല്യൂ 4 ആവും. ഇങ്ങനെ എവിടം വരെ പോകും? ഐയുടെ വാല്യൂ 10 ആവുന്നിടം വരെ പോകും. ഐയുടെ വാല്യൂ 10 ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ലൂപ്പിൻ്റെ പുറത്തു പോകും. ഓക്കെ അല്ലേ? ഈ ലൂപ്പിനകത്ത് ഇവിടെ ഒരു ഇൻഡന്റേഷൻ കാണും, ഇവിടെ ഒരു കോഡ് കാണും. ഐയുടെ വാല്യൂ 1 ആവും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും തിരിച്ചു പോകും, ഐയുടെ വാല്യൂ 2 ആവും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ തിരിച്ചു ഐയുടെ വാല്യൂ 3 ആവും, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ലൂപ്പിൽ നടക്കുക. അപ്പോൾ എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് എന്ത് വേണം? എനിക്ക് 1 മുതൽ 11 വരെയുള്ള വാല്യൂസ് പ്രിന്റ് ആവണം. നമുക്കറിയാം ഓരോ ലൂപ്പിലും ഐയുടെ വാല്യൂ എന്താവും? മാറിക്കൊണ്ടിരിക്കുമല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇൻഡന്റേഷൻ ഇട്ടതിന് ശേഷം പ്രിന്റ് ഐ എന്ന് കൊടുക്കും. ഡബിൾ കോഡ്സ് കൊടുക്കരുത്. ഡബിൾ കോഡ്സ് കൊടുത്താൽ ഐ എന്ന് പ്രിന്റ് ആവും, ഐയുടെ വാല്യൂ പ്രിന്റ് ആവില്ല. ഓക്കെ, സോ പ്രിന്റ് ഐ എന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമുക്ക് പ്രിന്റ് ആവാൻ പോണേ? ആദ്യം ഞാൻ പറഞ്ഞു ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ പ്രിന്റ് ഐ എന്ന് പറഞ്ഞാൽ 1 പ്രിന്റ് ആവും. അടുത്ത ലൂപ്പിൽ പിന്നെ വരുമ്പോൾ ഐയുടെ വാല്യൂ എന്താവും? 2 ആവും. അപ്പോൾ 2 പ്രിന്റ് ആവും. അടുത്ത ലൂപ്പിൽ പിന്നെ വരുമ്പോൾ എന്താവും? 3 ആവും. 3 പ്രിന്റ് ആവും. അടുത്ത ലൂപ്പിൽ പിന്നെ വരുമ്പോൾ എന്താവും? 4 ആവും. അങ്ങനെ ഐയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് 10 വരെയുള്ള സംഖ്യ എന്ത് ചെയ്യും? കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐയുടെ വാല്യൂ നോക്കിക്കോണേ. ഇതെല്ലാം എടുത്ത് കളയട്ടെ. ഇവിടെ നമ്മൾ പൈത്തൺ ആക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ലാംഗ്വേജിൻ്റെ അവിടെ നിങ്ങൾ പൈത്തൺ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇത് GDB കമ്പൈലറാണ്. ജസ്റ്റ് നെറ്റിൽ കയറിയിട്ട് GDB കമ്പൈലർ എന്ന് അടിച്ചു കൊടുത്ത് ഇത് കിട്ടും. ഓക്കെ, സോ നോക്കാം. സോ ഞാനിവിടെ കൊടുക്കാൻ പോവാണ് ഫോർ ഐ ഇൻ റേഞ്ച്. ഐക്ക് പകരം നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റിനകത്ത് 1 to 11. നമുക്ക് ആദ്യം 1 to 10 കൊടുത്തു നോക്കാം. അപ്പോൾ അറിയാമല്ലോ എവിടം വരെ പ്രിന്റ് ആവുന്നു. ഓക്കെ, 1 to 10 പ്രിന്റ് ഐ റൺ ചെയ്ത് നോക്കാം. യെസ്, കണ്ടോ? 1 2 3 4 5 6 7 8 9 വരെ പ്രിന്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 10 കൊടുത്താൽ 9 വരെ പ്രിന്റ് ആവും. അപ്പോൾ 10 വരെ പ്രിന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 11 കൊടുക്കണം. കണ്ടോ? 1 2 3 4 ഉണ്ടോ? അത് ഓരോ ലൂപ്പിലും ഉണ്ടാവുന്ന സാധനം. പ്രിന്റ് ആദ്യം പ്രിന്റ് 1 ആവും, ഐ ഈക്വൽ ടു 1 ആവും, പിന്നെ 2 ആവും, 3 ആവും. അങ്ങനെ ഓരോ ലൂപ്പിലും പ്രിന്റ് ആവുന്ന സാധനം. ആദ്യത്തെ ലൂപ്പിൽ ഇപ്പോൾ 1 പ്രിന്റ് ആയി, രണ്ടാമത്തെ ലൂപ്പിൽ 2 പ്രിന്റ് ആയി, മൂന്നാമത്തെ ലൂപ്പിൽ 3 പ്രിന്റ് ആയി, നാലാമത്തെ ലൂപ്പിൽ 4 പ്രിന്റ് ആയി. നിങ്ങൾക്ക് വേണം ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ചുമ്മാ ഹലോ പ്രിന്റ് വേറെ പ്രിന്റ് ഹലോ കൂടെ പ്രിന്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. പ്രിന്റ് ഡബിൾ കോഡ്സിനകത്ത് ഹലോ കണ്ടോ? പ്രിന്റ് ഡബിൾ കോഡ്സിനകത്ത് ഹലോ കൂടെ പ്രിന്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആദ്യം എന്ത് സംഭവിക്കുക? ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഐയുടെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ പ്രിന്റ് ഐ പ്രിന്റ് ചെയ്യും, പിന്നെ അതേപോലെ ഹലോ പ്രിന്റ് ചെയ്യും. അപ്പോൾ 1ഉം ഹലോയും പ്രിന്റ് ആവും.
ലൂപ്പ് പിന്നെയും പോകും, മോളിൽ പോയിട്ട് ഐയുടെ വാല്യൂ 2 ആവും. 2 പ്രിന്റ് ചെയ്യും, ഹലോ പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. കണ്ടോ 1 ഹലോ. അപ്പോൾ അടുത്ത ലൂപ്പ് 2 ഹലോ, അടുത്ത ലൂപ്പിൽ 3 ഹലോ, 4 ഹലോ, 5 ഹലോ, 6 ഹലോ. പറഞ്ഞ മനസ്സിലായോ? ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ലൂപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, സെറ്റ്. സോ നോക്കിക്കോ, മുന്നോട്ട് വരാം, നോക്കിക്കോണേ. അപ്പോൾ നമ്മളപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് എ സം ഓഫ് നമ്പേഴ്സ്. 2 നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിന്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സം ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോഗ്രാം ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സം ഓഫ് നമ്പർ ഇടണമെങ്കിൽ ആദ്യം നമുക്ക് 2 നമ്പേഴ്സ് വേണമല്ലേ. നമ്മളത് യൂസറിൻ്റെ നിന്ന് വാങ്ങുമെന്ന് വിചാരിക്കും. എങ്ങനെ യൂസറിൻ്റെ നിന്ന് വാങ്ങുക? ഞാനൊരു എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഇൻറ്റ് ഇൻപുട്ട്, വെറും ഇൻപുട്ട് എന്ന് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? വെറും ഇൻപുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് രൂപത്തിലാണ് അകത്തോട്ട് വാങ്ങുക. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ് എപ്പോഴും. ഇൻറ്റ് അതിനെ ഇൻറ്റിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ എന്താക്കി മാറ്റും? ഇൻറ്റാക്കി മാറ്റും, ഇൻറ്റിജർ ആക്കി മാറ്റും. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇൻറ്റ് ഇൻപുട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അത് ഫസ്റ്റ് നമ്പറായി, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, നമുക്കൊരു നമ്പറാണ് അകത്തോട്ട് എടുക്കേണ്ടെങ്കിൽ, സ്ട്രിങ് അല്ലാത്തോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റ് ഇൻപുട്ട് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ 2 നമ്പർ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? 2 നമ്പറോട് ആഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, സി എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എ പ്ലസ് ബി എന്ന് കൊടുക്കും. സി എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് എ പ്ലസ് ബി. അപ്പോൾ എന്താ സംഭവിക്കുക? എയും ബിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എവിടെ പോകും? സിയിൽ പോയി ഇരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് സി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സിക്കകത്തുള്ള വാല്യൂ പ്രിൻ്റ് ആവും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ വലിയ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ അടിക്ക് പറക്കി ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടി ഇതിന് പകരം ഇത്രയും സാധനത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിൽ ഇതാ പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് എ പ്ലസ് ബി എന്ന് കൊടുത്താലും മതി. ഓക്കെ, 2 ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ. സോ ഞാൻ എന്ത് ചെയ്യാണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ് ഇൻപുട്ട്. 2 ഞാൻ ഇൻപുട്ട് വാങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സി എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് എ ബി സി ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി, ഇപ്പോൾ സി വേണ്ട, നമുക്ക് സം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു, എ പ്ലസ് ബി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എ പ്ലസ് ബി സ്റ്റോർ ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് എന്ത്, സി അങ്ങ് പ്രിന്റ് ചെയ്താൽ പോരെ? നോക്കിക്കോ. ഓക്കെ, നമ്മളടുത്ത് ചോദിക്കുവാണ് ഏത് നമ്പർ അടിക്കണം. നമ്മളപ്പോൾ ഞാനിപ്പോൾ 1 കൊടുത്തു. ഓക്കെ, സോറി ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? യെസ് ഓക്കെ, ഇവിടെ ഐ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു. യെസ്, ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു അഡിഷൻ കൂടെ കൊടുക്കാം. ഇപ്പോൾ യൂസർക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ വെറുതെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ യൂസർ എന്തെങ്കിലും ചെയ്യോ? ഇല്ല. നമ്മളൊരു എഫക്റ്റീവ് പ്രോഗ്രാമർ ആകുമ്പോൾ യൂസറിന് പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിതാ ഇവിടെ പ്രിന്റ് ജസ്റ്റ് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇത് വേണ്ടി എൻ്റർ എ നമ്പർ ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റർ എ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ ഇൻപുട്ട് എടുത്തിട്ട് പിന്നെയും കൊടുക്കണം പ്രിന്റ്. അല്ല വേണം, നമുക്ക് ഇതങ്ങ് പ്രിന്റ് ചെയ്യാം, ഇതങ്ങ് കോപ്പി ചെയ്യാം. ഓക്കെ, സോ നമുക്കൊന്ന് റൺ ചെയ്യാം. എൻ്റർ എ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ 2 പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറഞ്ഞ വാല്യൂ അപ്പോൾ 2 സ്റ്റോർ ആയി. ഇതിൽ ഞാൻ 4 സ്റ്റോർ ചെയ്യുന്നു. 2 4 എത്ര? 6 കിട്ടണം അല്ലേ? എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ട്രേസ് ബാക്ക്, പ്രിന്റ് സി, നെയിം എറർ, സി ഡസ് നോട്ട് ഡിഫൈൻ. സി ഡിഫൈൻഡ് അല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ, നമ്മൾ സിക്കകത്തല്ല വെച്ചത്, നമ്മൾ സമ്മിനകത്താണ് എ പ്ലസ് ബി വെച്ചത്. അപ്പോൾ ഇവിടെ സിയിൽ എന്ത് ചെയ്യാം, ഇത് കണക്ക് ഡീബഗ് ചെയ്ത് പഠിക്കണം. ഓക്കെ, തെറ്റൊക്കെ ഉണ്ടാവും. യെസ്, ഒന്നുകൂടെ 2 4 യെസ് 6 കിട്ടി. കണ്ടോ? വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അഡിഷൻ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ യുവർ സം ഈസ് 6 എന്ന് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെ കൊടുക്കാം, ഡബിൾ കോട്ട്സ് എടുക്കുക, യുവർ സം ഈസ്
എന്ത് ചെയ്യുക, കൊടുക്കുക. കണ്ടോ? ഇനി എന്ത് ചെയ്യുക, ഇനി ഒരു കോമ ഇട്ട് കൊടുക്കുക. കണ്ടോ? നോക്കാം നമുക്ക്. 3, 4, യുവർ സം ഈസ് 7. കണ്ടോ? യുവർ സം ഈസ് 7. കണ്ടോ? ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വേറൊരു നമ്പർ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമ ഇട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി. യുവർ സം ഈസ് 7. ക്ലിയർ ആണോ? 3 + 4 7 ആണ്. കണ്ടോ? ഓക്കെ. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് അടുത്ത പ്രോഗ്രാമിലോട്ട് പോവാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് 2 നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, 2 നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. സോ എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക? സോ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് യു മീൻ ബൈ ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു നമ്പറാണെന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞൊരു നമ്പറാണെന്ന് വിചാരിക്കുക. a+b/2 നമ്മൾ ആവറേജ് എന്ന് വിളിക്കുക, അല്ലേ? എയും ബിയും കൂടെ കൂട്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ആവറേജ്. 2 നമ്പറുടെ ആവറേജ്. 3 നമ്പറിൻ്റെ ആവറേജ് ആണെങ്കിലോ a+b+c+/3, അല്ലേ? 3 നമ്പറിനെ കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ആ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 നമ്പറിൻ്റെ ആവറേജ് ആണെങ്കിലോ a+b+c+d/4, അല്ലേ? ബേസിക് കാര്യമാണ്. ഓക്കെ. സോ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2 സ്ട്രിങ്ങുകളെ ഇൻപുട്ട് വാങ്ങുവാണ്, എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുക്കാൻ പോവാണ്. ഓക്കെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവറേജ് എടുക്കുന്നതെന്ന് നോക്കാം. സോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എത്ര നമ്പേഴ്സ് വാങ്ങണം, 2 നമ്പേഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, a = ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ. ഇൻപുട്ട് എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, b = ഞാൻ നിങ്ങൾക്ക് ഇതിൽ എഴുതി വെറുതെ സമയം കളയാം, നമുക്ക് അതിനകത്ത് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ. സോ നമുക്ക് ആവറേജ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, a = ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമ്മളൊരു ഇൻപുട്ട് എടുത്തു. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം, എന്താണ് എൻട്രി നമ്പർ എന്നൊക്കെ പറഞ്ഞ് യൂസറിന് കൊടുക്കാം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരുവാണ്. b = ഇൻറ്റ് എയും ബിയും തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. വേണമെങ്കിൽ num1 num2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം, നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഓക്കെ. സോ അപ്പോൾ 2 നമ്പർ നമ്മൾ എടുത്തു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ആവറേജ് ആണ്, അല്ലേ? അപ്പോൾ ഞാൻ കൊടുക്കുവാണ് avg, ആവറേജ്. avg എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ എനിക്ക് അറിയാൻ വേണ്ടി കൊടുക്കുവാണ്. നിങ്ങൾക്ക് സിന്ന് കൊടുക്കാം, ഡിന്ന് കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ മാത്രമല്ല അത് യൂസ് ചെയ്യാം. നമ്മൾ വലിയ വലിയ കമ്പനിയിലൊക്കെ പോയി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആ കമ്പനി നമ്മൾ എഴുതിയ പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുക, എംപ്ലോയീസിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ നമ്മളെ ടീമായിട്ടായിരിക്കും വർക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി നമുക്ക് മനസ്സിലാവുന്ന വേരിയബിൾസിൽ എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും എയും ബിയും മാത്രം ഇട്ട് കൊടുക്കരുത്. ഓക്കെ. ശരിക്കും നമ്മളൊരു കമ്പനിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് avg, ആവറേജ്, abc എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ആവറേജ് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? യെസ്, a, അല്ലേ? a + b ഇനി എന്ത് ചെയ്യണം, ഡിവൈഡിൻ്റെ ചിഹ്നം ഇതാണ്, /2, അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡ്മാസ് റൂൾസ് അനുസരിച്ചാണ് നമ്മുടെ ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ a + b/2 എന്ന് ഒറ്റയടിക്ക് വായിച്ചു കളയരുത്. കണ്ടോ? ഈ b /2 ഒറ്റയടിക്ക് ചിലപ്പോൾ വായിച്ചു കളയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, a + b ചെയ്തിട്ട് /2 ചെയ്യാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക a + b. ഓക്കെ. അപ്പോൾ a + b ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റും, a + b/2 ചെയ്യും, a+ അത് കഴിഞ്ഞിട്ട് b/2 ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി, കമ്പ്യൂട്ടറിലിടാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, a + b ബ്രാക്കറ്റിനകത്ത് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്തിട്ടേ 2 വെച്ച് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ഇങ്ങനെ മാത്രം എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോടാ? ഇങ്ങനെ മാത്രം എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ നമ്പർ എടുക്കും, നോക്കിക്കോ, 2, 3. വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. കാരണം എന്താ, ഇവിടെ പ്രിന്റ് ചെയ്തിട്ടില്ല. പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെ, പ്രിന്റ് avg. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്. ഒരു നമ്പർ അടിക്കുക, 2, നമ്പർ അടിക്കുക, 4. 2ൻ്റെ 4ൻ്റെ ആവറേജ് എത്ര? 2 + 4 6, 6/2 3 വരണം, അല്ലേ? 2 + 4 3. സിമ്പിൾ. ഓക്കെ. സോ ഇവിടെ വന്ന ഈ നമ്പർ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുന്ന നമ്പർ 3.0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം ഈ വന്ന നമ്പർ എന്താണ്, ഫ്ലോട്ടായിട്ട് മാറി. എന്തായിട്ട് മാറി? ഫ്ലോട്ടായിട്ട് മാറി. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റ് ഉള്ള നമ്പർ. നിനക്ക് കറക്റ്റ് ഇൻഡിജർ തന്നെ, അതായത് കറക്റ്റ് ഇൻഡിജർ തന്നെ വേണമെങ്കിൽ നീ ഇതാ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവിഷൻ്റെ ഇടണം. കണ്ടോ? ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 2, 4, കറക്റ്റ് 3 ഇൻഡിജർ തന്നെ കിട്ടി. മറ്റേ നിനക്ക് കിട്ടിയ എന്താ, ഫ്ലോട്ടാണ്.
ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് നമ്പർ. ഓക്കെ, സോ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെണ്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, സോ നമുക്കൊരു വേറെ പ്രോഗ്രാം ചെയ്താലോ? സോ വേറെ പ്രോഗ്രാം ചെയ്യാം, നോക്കാം. ഓക്കെ, സോ ഇതാണ് പ്രോഗ്രാം. Print the numbers from 50 to 100. 50 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. എങ്ങനെ പ്രിന്റ് ചെയ്യും? ഐഡിയ ഉണ്ടോ? ഇല്ല, നോക്കാം. സോ നോക്കാം. സിമ്പിൾ. എന്ത് ചെയ്യുക? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ലൂപ്പ് ഫോളോ ചെയ്യാം. പ്രിന്റ് ഫോർ ഐ ഇൻ, ഇപ്പോൾ ഐ എപ്പോഴും കൊടുത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണം. ഞാനിപ്പോൾ ഒരു എച്ച് കൊടുക്കാം. ഫോർ എച്ച് ഇൻ റേഞ്ച്. ഐ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐ എന്നെ കൊടുത്താലേ വരത്തുള്ളൂ എന്ന് ഡൗട്ടുള്ളവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഫോർ എച്ച് ഇൻ റേഞ്ച്. ഓക്കെ, നമുക്ക് എവിടെ തൊട്ടാണ് വേണ്ടേ? 50 മുതൽ 100 വരെ. അപ്പോൾ 50, 100. കറക്റ്റാണോ? അത് 100 വരെ വേണമെങ്കിൽ 101 വരെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? പ്രിന്റ് എച്ച് അല്ലേ? നമ്മളിവിടെ എച്ച് അല്ലേ കൊടുത്തത്. അപ്പോൾ എച്ച് ആണ് ഇറ്ററേറ്റ് ചെയ്യുക. എച്ച് ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാം. നോക്കാം നമുക്ക്. യെസ്, കണ്ടോ? 50, 52, 100 വരെ. ഓക്കെ, സോ ഇനിയാണ്, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകൾ ഫിനിഷ് ചെയ്തു. ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനത്തിലോട്ട് പോകാൻ പോകണം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം എല്ലാവരും ശ്രദ്ധിക്കാം. എടാ, നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കുന്നതാണ്. ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ഫോർ എച്ച് ഇൻ റേഞ്ച് 50 to 101 പ്രിന്റ് എച്ച്. ഞാനത് സീൻ മാറ്റാൻ വേണ്ടി മറന്നുപോയി. ഓക്കെ, സോ ഇതാണ് ടൈപ്പ് ചെയ്തത്. നമുക്ക് താണ്ടേ ഔട്ട്പുട്ട് താണ്ടെങ്കിൽ 50, 51, 52, 53, 54 ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. സോ ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിന്റ് ദ നെക്സ്റ്റ് 10 നമ്പേഴ്സ് ഫ്രം ദ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് ശേഷമുള്ള 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുക. എൻ എവിടുന്ന് കിട്ടും? എൻ ഫ്രം ദ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് എടുക്കണം, യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. യൂസർ ഒരു നമ്പർ തരും. ഇപ്പോൾ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ യൂസർ 10 തന്നു. 10 കഴിഞ്ഞിട്ടുള്ള 10 നമ്പേഴ്സ്. 10 കഴിഞ്ഞിട്ടുള്ള 10 നമ്പേഴ്സ് ഏതാ? 11, 12, 13, 14, 15 അപ് ടു 20 വരെ. പറഞ്ഞു മനസ്സിലായി? ഇപ്പോൾ യൂസർ പറയണ 5 കഴിഞ്ഞുള്ള 10 നമ്പേഴ്സ് ഏതാ? 15 വരെ. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ യൂസറിന്റെ ഒരു നമ്പർ നമ്മൾ വാങ്ങണം. ആ നമ്പറിന് ശേഷമുള്ള 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോ. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം യൂസറിന്റെ കയ്യിൽ ഒരു നമ്പർ വാങ്ങണം. A = ഇൻറ്റ് ഇൻപുട്ട് അല്ലേ? നമ്പറാണ് വാങ്ങുന്നത്. സോ ഇൻറ്റ് ഇൻപുട്ട്. ഓക്കെ, പിന്നെയും ഇവിടെ ഐ ക്യാപിറ്റൽ വന്നു, ഐ സ്മോൾ ആണ്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം? ഈ എ എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ എൻ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, എൻ കൊടുക്കാം. ഓക്കെ, എൻ എന്ന് പറയുന്ന നമ്പർ വാങ്ങി ഈ എന്നിന് ശേഷമുള്ള 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ നോക്കിക്കോ. ഫോർ ഐ അല്ലേ? നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എന്താ വിളിക്കുക? ലൂപ്പ് എന്നാ വിളിക്കുക. ഫോർ ഐ ഇൻ റേഞ്ച്. യെസ്, ഐ ഇൻ റേഞ്ച്. എന്ത് ചെയ്യണം? എവിടം തൊട്ട് എവിടം വരെ? എന്ന് തൊട്ട് എവിടം വരെ? എൻ്റെ കൂടെ എന്ന് തൊട്ട് 10 നമ്പേഴ്സ് വരെ അല്ലേ? n + 10 അല്ലേ? അങ്ങനല്ലേ? എന്നും എൻ്റെ കൂടെ 10 നമ്പേഴ്സ്. ഓക്കെ, സോ 10 വന്നു കഴിഞ്ഞാൽ 20 പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ നോക്കിക്കോ. പ്രിന്റ് ആരവിടെ ഇറ്ററേറ്റ് ചെയ്യുന്നത്? ഐ ആണല്ലേ? ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഞാനിവിടെ എന്നിൻ്റെ ഇൻപുട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 5 കൊടുക്കുകയാണ്. 5 ആണെങ്കിൽ 15 വരെ പ്രിന്റ് ആവണം. 14 വരെ പ്രിന്റ് ആയുള്ളൂ. എന്തുകൊണ്ടാണ്? ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ? 5ഉം കൂട്ടി ഇത് 10 നമ്പേഴ്സ് ഉണ്ട്. സപ്പോസ് 5ന് ശേഷമുള്ള 10 നമ്പറാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n തൊട്ടെന്ന അർത്ഥം. അപ്പോൾ എന്നും പ്രിന്റ് ആവും.
അപ്പോൾ എന്നിന് ശേഷമുള്ള 10 നമ്പറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തത് നൈസിന് n+1 കേട്ടോ. ഇപ്പം എന്താണ് എന്നിന് ശേഷമുള്ള നമ്പരും ബാക്കി 10 നമ്പേഴ്സ് റൺ ചെയ്ത് നോക്കിയാലോ. കണ്ടോ, ഇപ്പം ഞാൻ 5 കൊടുക്കുവാണ്. സോ 6 തൊട്ട് 14 വരെ പ്രിൻ്റ് ആയി. 6 തൊട്ട് 14 വരെ പ്രിൻ്റ്. ഇപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സേ ഉള്ളൂ. കാരണം എന്താ, എന്നും കൂടെ കൂട്ടിയാണ് 10 നമ്പേഴ്സ് വരുന്നത്. n+1 എന്നല്ലേ നമ്മൾ കൊടുത്തേ. അപ്പോൾ എന്നും കൂടെ ചേർത്ത് എന്നിന് ശേഷം വരുന്ന 10 നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ n+1 ശേഷം 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? n+1+1 അല്ലേ? n+1+1 അതായത് n+11 പ്രിന്റ് ചെയ്യണം. ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തോ. ഓക്കെ, n+11 പ്രിന്റ് ചെയ്യണം. ഇതിങ്ങനെ നിങ്ങൾ ഹിറ്റ് ആൻഡ് ട്രയൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻപുട്ടും തരും, നിങ്ങൾക്ക് അസൈൻമെന്റിന് ഇത് തൊട്ട് ഇൻപുട്ടും തരും ഔട്ട്പുട്ടും തരും. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹിറ്റ് ആൻഡ് ട്രയൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ n+1 എന്ന് പറയുമ്പോൾ 5-ന് ശേഷമുള്ള നമ്പർ 6 തൊട്ട് 10 നമ്പേഴ്സ് പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ n+11 കൊടുക്കണം, n+11 കൊടുക്കണം അല്ലേ? നമുക്കറിയാം ഈ അവസാനത്തെ നമ്പർ എന്ത് ചെയ്യൂല, പ്രിന്റ് ആവില്ല. അപ്പോൾ n+10 വരെ കിട്ടണമെങ്കിൽ n+11 കൊടുക്കണം. നോക്കിക്കോ, ഞാൻ 5 കൊടുക്കുവാണ്. സോ 6 7 8 9 10 8 15 വരെ കിട്ടി. ഇനി നമുക്ക് 5 മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ല, ഞാനിപ്പോൾ 10 കൊടുക്കുവാണ് കേട്ടോ. 11 12 20 വരെ കിട്ടി. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, സോ നോക്കൂ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ തൊട്ടാണ് നിങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ്. ഓക്കെ, മാറിയില്ല. ഓക്കെ 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 വൺ സെക്കൻഡ്. അയ്യോ, ഓക്കെ, ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോ. സോ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ഫ്രം 1. 1 മുതലുള്ള അടുത്ത 10 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. 1 തൊട്ടുള്ള അടുത്ത 10 നമ്പേഴ്സിന്റെ സമ്മ്. 1 തൊട്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 1 തൊട്ടെന്ന് പറയുമ്പോൾ 1 ഇൻക്ലൂഡ് ആണ്. ഓക്കെ, സോ നോക്കാം. അപ്പം ഞാനിവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം. നമുക്ക് ഈ കോഡൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കണേ, സം ഈക്വൽ ടു 0. ഞാൻ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. എന്നിട്ട് ആ വേരിയബിളിന്റെ വാല്യൂ 0 എന്ന് കൊടുത്തു. സം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ഞാൻ 0 എന്ന് കൊടുത്തു. എന്തിനാന്ന് വേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഫോർ ഐ ഇൻ റേഞ്ച് എവിടെ തൊട്ട്? 1 തൊട്ട് 11 വരെ. നമുക്കറിയാം 1 തൊട്ട് 10 വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 വരെ പ്രിന്റ് ആവത്തുള്ളൂ. 11 വരെ കൊടുത്താലേ 10 വരെ പ്രിന്റ് ആവും. ഓക്കെ, അപ്പോൾ 1-ന് ഏതൊക്കെ വാല്യൂ, ഐക്ക് ഏതൊക്കെ വാല്യൂസ് വരും? 1 വരാം, 2 വരാം, 3 വരാം, അപ് ടു 10 വരെ വരാം. 11 വരൂല. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇതെന്ത് ലോജിക്കാം നോക്കാം. സമ്മിന്റെ വാല്യൂ എന്താ? 0 അല്ലെ? നമ്മൾ കൊടുത്തിട്ടുണ്ട് സമ്മിന്റെ വാല്യൂ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. സമ്മിന്റെ വാല്യൂ ഇവിടെ 0 എന്ന് നമ്മൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടൂല, നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനം കിട്ടൂല. ഓക്കെ, സോ സമ്മിന്റെ വാല്യൂ ഇവിടെ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സം ഇവിടെ 0 ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂ ആണല്ലോ സമ്മിനകത്തോട്ട് പുതുതായിട്ട് വരാൻ പോണേ. നോക്കണേ, ഇപ്പൊ സമ്മിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. പ്ലസ് ഐയുടെ വാല്യൂ എന്താ? ഐയുടെ ഫസ്റ്റ് റൊട്ടേഷനിൽ ഐയുടെ വാല്യൂ എന്താ? 1. അപ്പോൾ 0 + 1 എന്ത് ചെയ്യും? ഇവിടെ പോയിരിക്കും. അപ്പോൾ സമ്മിന്റെ വാല്യൂ എത്ര ആയി? സമ്മിന്റെ വാല്യൂ 1 ആയി അല്ലേ? ഒന്നുകൂടെ പറയാം. ആദ്യം ഐ ഈക്വൽ ടു 1 വരും അല്ലേ? അപ്പോൾ ഐ ഈക്വൽ ടു 1. ആദ്യത്തെ റൊട്ടേഷനിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ഇവിടെ സമ്മ് ഈക്വൽ ടു സമ്മിന്റെ വാല്യൂ എന്താ? ഇവിടെ 0 ആയിരുന്നു, പ്ലസ് 1 ആവും. അതായത് ഈ വാല്യൂ ഇവിടെ പോയിരിക്കും. 0 + 1 എത്ര? അപ്പോൾ സമ്മിന്റെ വാല്യൂ 1 ആണ്. ഇനി അടുത്ത റൊട്ടേഷനിൽ വരുമ്പോൾ സമ്മിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, അടുത്ത ഇത് കഴിഞ്ഞു. പ്രിന്റ് സമ്മ് പ്രിന്റ് ആവത്തില്ല. നോക്കിയോ, ശ്രദ്ധിച്ചോണേ. ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തോളൂ. ഈ പ്രിന്റ് സമ്മ് എവിടെ കിടക്കുന്നത് നോക്കേ. ഞാൻ അതിനെ ഈ ഡോട്ട് ഇട്ടേക്കുന്നത് 4ന്റെ അതേ നേരെ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ 4ന്റെ ലൂപ്പ് ഇങ്ങനെ പോയി തീർന്നിട്ടേ ഈ സാധനം പ്രിന്റ് ആവും. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? ഈ 4ന്റെ നേരെയാണ് ഞാൻ ഈ പ്രിന്റ് എഴുതിയേക്കുന്നത്. ഇവിടെ ഇൻഡന്റേഷൻ ഉണ്ട്.
സം എഴുതിയേക്കുന്നതിൻ്റെ അവിടെ നോക്കിയേ, അവിടെ ഇൻഡന്റേഷൻ ഉണ്ട്. അതായത് 4ന്റെ അകത്താണ് ഈ സാധനം കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഐക്ക് 1 വാല്യൂ വരും, ഇത് എക്സിക്യൂട്ട് ആവും, പിന്നെയും പോകും. ഐക്ക് 2 വാല്യൂ വരും, എക്സിക്യൂട്ട് ആവും, പിന്നെയും പോകും. ഇങ്ങനെ നടന്ന് ലൂപ്പ് അടിച്ച് എവിടെ വരെ പോകും? ഐ 10 ആവുന്നിടം വരെ പോകും. എന്നിട്ടേ ഈ സാധനം പ്രിന്റ് ആവും. ഓക്കെ, നോക്കും. അപ്പോൾ ഫസ്റ്റ് ഐ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സമ്മിലോട്ട് 0 + 1 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ സമ്മിന്റെ വാല്യൂ എന്തായി? 1 ആയി. ഇനി അടുത്ത അപ്പോൾ ഐ ഈക്വൽ ടു 1 അവിടെ തീർന്നേ. ഓക്കെ, ഞാനത് ചെറുതാക്കി വെക്കുവാണ്. ഇനി ഐ ഈക്വൽ ടു 2. ഓക്കെ, ഐ ഈക്വൽ ടു 2ൽ ഇവിടെ സമ്മിന്റെ വാല്യൂ ഇപ്പോൾ എത്ര? സമ്മിന്റെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി 1 ആയി കഴിഞ്ഞു. അപ്പോൾ എന്താ വരിക? അപ്പോൾ സമ്മിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? സമ്മിന്റെ വാല്യൂ ഇവിടെ 1 ആണ് അല്ലേ? സമ്മിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. പ്ലസ് ഐയുടെ വാല്യൂ എന്താ ഇപ്പോൾ? 2. 1 + 2 എത്ര? 3. അപ്പോൾ സമ്മിന്റെ വാല്യൂ എന്തായിട്ട് മാറും? സം ഈക്വൽ ടു 3 ആയിട്ട് മാറും. അതായത് 1 + 2. 1 ആയിരുന്നു ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 2 ആണ്. 1 + 2 3 ആയിട്ട് മാറും. കണ്ടോ? ഇപ്പോൾ സമ്മിന്റെ വാല്യൂ എത്ര? 3. അടുത്ത ഐ ഈക്വൽ ടു 3. അടുത്ത ലൂപ്പായി ഐ ഈക്വൽ ടു 3. ഐ ഈക്വൽ ടു 3 എന്താ സംഭവിക്കുക? സമ്മിന്റെ വാല്യൂ ഓൾറെഡി 3 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? 3 പ്ലസ് ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 3 ആയി അല്ലേ? 3 + 3 എന്തായി? 6 സമ്മിനകത്ത് എന്ത് ചെയ്യും? സ്റ്റോർ ആവും. അതായത് ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സമ്മിന്റെ വാല്യൂ 0 ആയിരുന്നു. ആദ്യത്തെ റൊട്ടേഷന് ശേഷം സമ്മിന്റെ വാല്യൂ 1 ആയി. അതെങ്ങനെയായി? 0 + 1. രണ്ടാമത്തെ റൊട്ടേഷന് ശേഷം സമ്മിന്റെ വാല്യൂ 3 ആയി. അതെങ്ങനെയായി? 1 + 2. കണ്ടോ? അടുത്ത റൊട്ടേഷന് ശേഷം സമ്മിന്റെ വാല്യൂ എന്തായി? 1 + 3 + 3 എത്ര? 6 ആയി. കണ്ടോ? അതായത് ഓരോ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് പോവില്ലേടാ ഇത്? ഓരോ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് പോവില്ലേ ചെയ്യാം? നോക്കിക്കോ, ഐയുടെ വാല്യൂ എന്തായി? ഐയുടെ വാല്യൂ 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സമ്മിനകത്ത് ഓൾറെഡി എത്ര ഇരിക്കുന്നത്? രണ്ടോടെ ചേർക്കുമ്പോൾ 6 ആയിരിക്കുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ സം പ്ലസ് ഐ എന്നല്ലേ? സം ഓൾറെഡി 6 ആണ്. 6 + 4 എത്ര? 6 + 4 10 ആണ് അല്ലേ? അപ്പോൾ സമ്മിന്റെ വാല്യൂ 10 ആയിട്ട് മാറി. കണ്ടോ? ആദ്യത്തെ 5 നമ്പറിന്റെ സമ്മത്ര. ഓക്കെ, സമ്മിന്റെ വാല്യൂ 10 ആയിട്ട് മാറി. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് എവിടം വരെ നടക്കും? ഐയുടെ വാല്യൂ 10 ആവുന്നിടം വരെ നടക്കും. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ എന്ത് കിട്ടും? സം കിട്ടും. നോക്കിക്കോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കിക്കോ, ഓക്കെ, നോക്കിക്കോ. സോ വളരെ സിമ്പിളാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 4 ഐ നമുക്ക് ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ സം നോക്കാം. നമുക്കറിയാം ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ സം എന്താ? 1 + 2 + 3 + 4 + 5 എത്ര കിട്ടും? 1 + 2 3 3 + 4 7 5 അല്ലേ? 5 8 15 കിട്ടും അല്ലേ? 1 + 2 3 ആണ്. 3 + 3 6 ആണ്. 6 + 4 10 ആണ്. 10 + 5 15 ആണ്. 15 ഇടണം. ഓക്കെ, അയ്യോ കാണിച്ചാൽ സോറി. നോക്കിക്കോ 1 + 2 3 ഇടണം. 3 + 3 6 ഇടണം. 6 + 4 10 ഇടണം. 10 + 5 15 ഇടണം അല്ലേ? ഓക്കെ, 15 ആണ് ആൻസർ വരണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 നോക്കണം. ഓക്കെ, നോക്കാം. 4 ഐ ഇൻ റേഞ്ച്. നമുക്കിപ്പോൾ 1 to 5 ഒന്ന് ചെയ്ത് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ആൾക്കാരുടെ സംഭവമാണ് അല്ലേ? 5 വരെ വേണമെങ്കിൽ എത്ര അടിക്കണം? 6 അടിക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതൊക്കെ 4 ലൂപ്പിന്റെ അകത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. 4 ലൂപ്പിന്റെ അകത്താണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സം ഈക്വൽ ടു സം പ്ലസ് എത്രയാണ്? ഐ കൊടുക്കുക. സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ പുറത്തിറങ്ങാൻ വേണ്ടി ആരോ കീ ഇതാ ഇവിടെ പ്ലസ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് സം കൊടുക്കണം. അപ്പോൾ ഈ 4 ലൂപ്പ് മൊത്തം റണ്ണായി കഴിഞ്ഞിട്ടേ ഈ പ്രിന്റ് എക്സിക്യൂട്ട് ആകും. ഓക്കെ, സോ ഈ കോഡ് ഞാൻ റൺ കൊടുക്കുമ്പോൾ ഇതിൽ എറർ അടിക്കും. എന്താ എറർ എന്ന് നോക്കാം. യെസ്, എന്താ പറയുന്നത്? അൺസപ്പോർട്ടഡ് ഓപ്പറേൻഡ് ഫോർ പ്ലസ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ മെത്തേഡ് ഫോർ ഇൻറ്റ്. ഇവിടെ സമ്മ് ഡിഫൈൻഡ് അല്ല. സം എന്താന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മളൊരു വെറുതെ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സം എന്താന്ന് പറയുക. ഇവിടെ നമ്മൾ 4 ലൂപ്പിന് മുമ്പേ നമ്മൾ പറയുക സം എന്താണ്? 0 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം.
15. എങ്ങനെ വന്നു 15? 15 എങ്ങനെ വന്നു? ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരുന്നു അല്ലേ? അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പോൾ 0 + 1 1 സമ്മിനകത്ത് സ്റ്റോറായി. അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 2 ആയി. അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 2 ആയി. സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര? 1 ആണ്. അപ്പോൾ 1 + 2 3 സ്റ്റോറായി. അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 3 ആയി. സമ്മിൻ്റെ വാല്യൂ 3 ആയിരുന്നു. 3 + 3 6 സ്റ്റോറായി. അടുത്ത ഐട്രേഷനിൽ ഓക്കെ 6 വരാം. അത് മൂന്നെണ്ണം വരുന്നു. 1 2 4. അപ്പോൾ ആദ്യത്തെ 3 കാണുമല്ലോ. 6 കണ്ടോ എങ്ങനെ വന്നേ? സമ്മിൻ്റെ വാല്യൂ 0 ആയിരുന്നു. സമ്മിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ആദ്യത്തെ ഐട്രേഷനിൽ അപ്പോൾ 0 + 1. 0 + 1 എന്തായി? 1 സമ്മിനകത്ത് സ്റ്റോറായി. 1 സമ്മിനകത്ത് സ്റ്റോറായി. അതിനുശേഷം എന്ത് ചെയ്തു? ഐയുടെ വാല്യൂ 2 ആയി. 2 ആയപ്പോൾ ഓൾറെഡി സമ്മിൻ്റെ വാല്യൂ 1 ആണ്. 1 + 2 3 ആയി. കണ്ടോ? അപ്പോൾ 3 ആണ് ഇപ്പോൾ സമ്മിനകത്ത് സ്റ്റോർ ആയത്. അടുത്ത ഐട്രേഷനിൽ ഐയുടെ വാല്യൂ 3 ആയി. അപ്പോൾ 3 + 3 6 ആയി. 6 സ്റ്റോറായി. അടുത്ത ഐയുടെ വാല്യൂ 4 ആവാൻ നോക്കുമ്പോൾ 4 ആണ് അവസാനത്തെ നമ്പർ. അപ്പോൾ 4 ആവില്ല. സോ ആൻസർ 6. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 100 നമ്പറിൻ്റെ സംഭവമാണെന്ന് വിചാരിക്കും. ആദ്യത്തെ 100 നമ്പർ എന്ന് പറയുമ്പോൾ എത്ര അടിക്കണം? 101 അടിക്കണം. 5050. ആദ്യത്തെ 10 നമ്പറിൻ്റെ സം. അപ്പോൾ 11 അടിക്കാം. 55. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും n × n + 1/2 ആണ്. ഫസ്റ്റ് n ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 നമ്പറിൻ്റെ സമ്മ് 55 തന്നെ കിട്ടും. ഓക്കെ ആണോ? സോ ഇങ്ങനെയാണ് വലിയ പ്രോബ്ലംസ് നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് സോൾവ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ മാനുവലി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതാണ് അല്ലേ? ഞാനിവിടെ 2 വേരിയബിൾ എടുക്കുകയാണ്, എയും ബിയും. എന്നിട്ട് ഞാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? വാങ്ങുവാണ്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഈ എയുടെയും ബിയുടെയും വാല്യൂ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ തൊട്ട് വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ നമ്പർ വരെയുള്ള ആൾക്കാരുടെ സമ്മ് കിട്ടത്തില്ലേ? ഞാൻ കഴിച്ച് കാണിച്ചിട്ടാണ്. നോക്കിയോ A = ഇൻപുട്ട് ഉണ്ടോ? B = ഇൻപുട്ട്. ഇപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നാൽ അപ്പോൾ എ തൊട്ട് ബി വരെയുള്ള ഏത് നമ്പറിൻ്റെ സമ്മ് നമുക്ക് ഇവിടെ കിട്ടത്തില്ലേ? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കൊടുക്കണം. 1 4 കണ്ടോ? 6 കിട്ടിയുണ്ടോ? 6 കിട്ടിയത് കണ്ടോ? 1 തൊട്ട് 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 തൊട്ട് എന്താണ്? 3. ഓക്കെ. ഇനി നോക്കിക്കോ. ഇനി ഞാൻ ഒന്നുകൂടെ റൺ ചെയ്യാം. 1 തൊട്ട് 10 വരെ നോക്കാം. 1 തൊട്ട് 10 എന്ന് പറയുമ്പോൾ നമ്മൾ 11 അടിക്കണം അല്ലേ? 55. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് 11 അടിക്കണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് അറിയാം. ഇനി യൂസറിന് ഇപ്പോൾ ഒരു സാധാരണ ഒരു ആപ്പ് യൂസറിന് അത് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ഐസിന് ഇതാണ് B + 1 എന്ന് കൊടുക്കുക. അപ്പോൾ 10 അടിച്ചാൽ 11 ആയിട്ട് അവിടെ കൊടുത്തോളൂ. നോക്കൂ, ഞാൻ കാണിച്ചു തരാം. 1 തൊട്ട് 10 വരെ ഇപ്പോഴും 55 തന്നെ കിട്ടും. കണ്ടോ? കാരണം എന്താ? ഇവിടെ ബിയുടെ കൂടെ 1 കൂട്ടി 10 അടിച്ചാൽ 11 ആവും, 3 അടിച്ചാൽ 4 ആവും. പറഞ്ഞു മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഓക്കെ, നമ്മൾ 1 തൊട്ട് ഇപ്പോൾ സിമ്പിൾ നമ്പർ അടിച്ചു. 100 തൊട്ട് 200 വരെ അടിക്കാം. 100 തൊട്ട് 200 വരെ കണ്ടോ? 1500. എത്ര നമ്പർ? 1550. പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ പറയാൻ വിട്ടുപോയി. അപ്പോൾ സമ്മിനകത്ത് ഈ വാല്യൂ സ്റ്റോറായി. ഓക്കെ, സമ്മ് വരുന്നു തിരിച്ചു പോകുന്നു. ഈ ലൂപ്പ് വൺസ് എൻഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലൈനിലോട്ട് താണ്ട ഈ പ്രിന്റ് എന്ന് പറഞ്ഞ ലൈനിനകത്ത് പോകത്തുള്ളൂ. കാരണം പ്രിന്റിനകത്ത് ഇന്റർനേഷൻ ഇട്ടിട്ടില്ല, പ്രിന്റിനകത്ത് ഇൻഡന്റേഷൻ ഇട്ടിട്ടില്ല. സപ്പോസ് ഈ പ്രിന്റ് ലൂപ്പിനകത്താന്ന് വിചാരിക്കുക. താണ്ടേ പ്രിന്റ് ലൂപ്പിനകത്താന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം നമുക്ക്. ഓരോ തവണയും ഇപ്പോൾ പ്രിന്റ് വരും. ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ അതിൽ പ്രിന്റ് സംഭവം. ഓക്കെ, ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ 0 + 1 1 വരും. അപ്പോൾ 1 പ്രിന്റ് ആവും. ഐയുടെ വാല്യൂ 2 ആവും. അപ്പോൾ 1 + 2 3 പ്രിന്റ് ആവും. പ്രിന്റ് കിടക്കുന്നില്ല ഇവിടെ. നോക്കുന്നത് ഞാനിപ്പോൾ തൊട്ട് ഓക്കെ നമ്മൾ എയും ബിയും യൂസറിൻ്റെ നിന്ന് വാങ്ങുന്ന രീതിയിലാക്കി. ഓക്കെ, ഞാൻ 1 തൊട്ട് 10 വരെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ആദ്യം 0 + 1 1 ആയിരുന്നു.
1 + 2 3 ആയി, 3 + 3 6 ആയി, 6 + 4 10 ആയി. കണ്ടോ? അങ്ങനെ അവസാനം 55 വരെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ആ 1 തൊട്ട് 3 വരെയുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1 3 കണ്ടോ? 6 തന്നെ ഒന്നില്ലേ? ആദ്യം 1 ആയിരുന്നു, പിന്നെ 3 ആയി, 6 അല്ലേ അവസാനം കിട്ടുന്നത്. യെസ്, ഇത് ഇങ്ങോട്ട് പോയി ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ലൂപ്പിന് ശേഷം മാത്രമേ പ്രിന്റ് ആകത്തുള്ളൂ. അപ്പോൾ അവസാനം സമ്മിനകത്ത് വരുന്ന വാല്യൂ എന്താണോ അത് മാത്രമേ പ്രിന്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് പിന്നെയും കൊടുക്കണം അല്ലേ? 3 6. ഓക്കെ, സോ അതാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇനി നമ്മൾ നോക്കാൻ പോണത് പാറ്റേൺ പ്രിന്റിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? പാറ്റേൺ എങ്ങനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. സോ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരാം. നമുക്കൊരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങണം. സപ്പോസ് നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റാറിലൊരു സ്ക്വയർ പ്രിന്റ് ചെയ്യാം. സ്ക്വയറിൻ്റെ ഷേപ്പിലല്ലേ ഇരിക്കുക? യെസ്. യൂസറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് 3 ആണെങ്കിൽ സോ 3 സ്റ്റാറുള്ള ഒരു സ്ക്വയർ ഷേപ്പ് പ്രിന്റ് ചെയ്യാം. കണ്ടോ? സോ ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ലൂപ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശരിക്കും എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ 2 ഇൻപുട്ട് കിട്ടിയപ്പോൾ 2 സ്റ്റാർ പ്രിന്റ് ആയി അല്ലേ? അപ്പോൾ പ്രിന്റ് സ്റ്റാറിൻ്റെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടൂലേടാ. അങ്ങനെ എത്ര വട്ടം ചെയ്യണം? അങ്ങനെ നമ്മൾ 2 വട്ടം ചെയ്യണം, ഇൻറ്റു 2. അപ്പോൾ ഇത് കിട്ടൂലേ? കിട്ടും. ഇനി ഇൻപുട്ട് 3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 3. അപ്പോൾ ഈ സാധനം കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 3. അപ്പോൾ ഇത് ഈ ലൈൻ കിട്ടും. അങ്ങനെ പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 3 ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലൈൻ കിട്ടും. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ഇവിടെ എത്ര നമ്പറാണ് തന്നിട്ടുള്ളത് ആ നമ്പർ വെച്ച് ചെയ്യണം. ഇവിടെ 5 ആണ് നമ്പരെങ്കിൽ ഈ പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 5 എന്ന് 5 വട്ടം ചെയ്യണം. പ്രിന്റ് 10 ആണ് നമ്പരെങ്കിൽ പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 10 എന്ന് 10 വട്ടം ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? എടാ, ഇപ്പോൾ പ്രിന്റ് ഹാഷ് എന്ന് വിചാരിക്കാം. ഹാഷ് ഇൻറ്റു 2 എന്ന് കൊടുത്താൽ എന്താ പ്രിന്റ് ആവുക? ഹാഷ് 2 വട്ടം പ്രിന്റ് ആവും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? അതേപോലെ ഈ സ്റ്റാർ 2 വട്ടം പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് സ്റ്റാർ ഇൻറ്റു 2 എന്ന് കൊടുക്കണം അല്ലേ? ഡബിൾ കോട്ട്സിൽ സ്റ്റാർ ഇൻറ്റു 2 എന്ന് കൊടുക്കണം. ഓക്കെ, അത് എത്ര വട്ടം ചെയ്യണം? 2 ആണ് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നതെങ്കിൽ 2 വട്ടം ചെയ്യണം. 3 ആണ് ഇൻപുട്ട് കിട്ടുന്നതെങ്കിൽ 3 വട്ടം ചെയ്യണം. 4 ആണ് ഇൻപുട്ട് കിട്ടുന്നതെങ്കിൽ 4 വട്ടം ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? 5 ആണെങ്കിൽ 5 വട്ടം ചെയ്യണം. 6 ആണെങ്കിൽ 6 വട്ടം ചെയ്യണം. 7 ആണെങ്കിൽ 7 വട്ടം ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പോൾ ഒരു കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ നമ്മുടെ ലൂപ്സ് യൂസ് ചെയ്യും. ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. നമുക്ക് നോക്കാം ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ നോക്കൂ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഓക്കെ, നോക്കണേ. സോ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് എടുക്കണം. എ = ഇൻറ്റ് അല്ലേ? നമ്പറാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഇൻപുട്ട് എടുക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുവാണ്? ഫോർ ലൂപ്പ് എടുക്കണം. എന്ത് ചെയ്യണം? ഫോർ ലൂപ്പ്. ഫോർ ഐ ഇൻ റേഞ്ച് എ അല്ലേ? നമുക്ക് തുടങ്ങുന്നതിന് അവസാനിക്കുന്നത് എവിടെ വന്നില്ലല്ലോ. അപ്പോൾ ഐ ഇൻ റേഞ്ച് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 0 തൊട്ട് എ വരെ എന്ത് ചെയ്തോളൂ? അത് ഓടിക്കോളൂ. ഐ ഇൻ റേഞ്ച് 2 ആണെങ്കിൽ ആ ലൂപ്പ് 2 വട്ടം ഓടും. 0 1 2 എടുക്കൂല. ഐ ഇൻ റേഞ്ച് 3 ആണെങ്കിൽ 0 1 2 3 എടുക്കൂല. പക്ഷെ 3 വട്ടം ലൂപ്പ് എന്ത് ചെയ്യും? വർക്കാവും. ഓക്കെ, സോ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു, ഇൻഡന്റേഷൻ വരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ഓക്കെ, ഡബിൾ കോട്ട്സിനകത്ത് എവിടെ? ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുക്കണം? ഡബിൾ കോട്ട്സ് സ്റ്റാർ ഇൻറ്റു ഈ സ്റ്റാർ എത്ര വട്ടം പ്രിന്റ് ചെയ്യണം? എ ഇൻപുട്ട് A2 ആണെങ്കിൽ 2 വട്ടം പ്രിന്റ് ചെയ്യണം. A3 ആണെങ്കിൽ 3 വട്ടം പ്രിന്റ് ചെയ്യണം. A4 ആണെങ്കിൽ 4 വട്ടം പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റു എ എന്ന് തന്നെ കൊടുക്കുക. കണ്ടോ? എ എന്താണോ അത് തന്നെ അവിടെ പ്രിന്റ് ആവും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ.
യെസ്, റൺ. അപ്പോൾ എ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എ എന്താണ്? നമുക്ക് 2 കൊടുത്ത് നോക്കാം. കണ്ടോ, ഒന്ന് റൺ ചെയ്യാം. എ നമുക്കൊരു 5 കൊടുത്ത് നോക്കാം. 5, 1 2 3 4 5, 1 2 3 4 5. കണ്ടോ, 5 സ്റ്റാറും 5 ഇതുമുള്ള സാധനം പ്രിൻ്റ് ആയി. നമുക്ക് കുറച്ച് ഒരു കാന ഒരു മെനയ്ക്ക് വേണ്ടി ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റാറും ഒരു സ്പേസും പ്രിൻ്റ് ആവും. ഓക്കെ, ഒരു 5. ഓക്കെ, ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ സെറ്റായില്ലേ? 1 2 3 4 5, 1 2 3 4 5. കണ്ടോ, 5 സ്റ്റാർ ലെങ്തും 5 സ്റ്റാർ വൃത്തമുള്ള ഒരു സ്ക്വയർ പ്രിൻ്റായി. നമുക്ക് 10 കൊടുത്ത് നോക്കാം. ഒരു 10 കൊടുത്ത് നോക്കാം. 10 10 സ്റ്റാർ പ്രിൻ്റ് ആവും. പറഞ്ഞ മനസ്സിലായി? ഇവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താ? പ്രിൻ്റ് സ്റ്റാർ ഇൻറ്റു 2 എന്ന് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നോക്കിക്കോ. ഓക്കെ, നമ്മളിപ്പോൾ 4i in range i in range a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് എടുക്കുന്ന വാല്യൂ, സപ്പോസ് ഇൻപുട്ട് എടുക്കുന്ന വാല്യൂ 3 ആണെന്ന് വിചാരിക്കാം, 3. ഓക്കെ, പ്രിൻ്റ് ഡബിൾ കോട്ട്സിൽ സ്റ്റാർ ഇൻറ്റു, ഇവിടെ എ എന്നല്ലേ കൊടുത്തിരുന്നത് നമ്മൾ, ഇപ്പോൾ ഇവിടെ 3 അല്ലേ വന്നത്, അപ്പോൾ ഇവിടെയും 3. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ആദ്യം ഐയുടെ വാല്യൂ ഞാൻ പറഞ്ഞു, ഇവിടെ വെറുതെ സ്റ്റാർട്ടിങ് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് നോക്കി, ആദ്യത്തെ ലൂപ്പ് i = 0. i = 0യിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പ്രിൻ്റ് സ്റ്റാർ ഇൻറ്റു 3, 3 തൊട്ട സ്റ്റാർ പ്രിൻ്റ് ചെയ്യാം. സ്റ്റാർ സ്റ്റാർ സ്റ്റാർ. കണ്ടോ, അടുത്ത i = അത് തിരിച്ചു പോകും. i = 1 ആവും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പ്രിൻ്റ് സ്റ്റാർ ഇൻറ്റു 3, 3 തൊട്ട സ്റ്റാർ 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 സ്റ്റാർ. അടുത്ത i = 2 ആവും. അപ്പോഴെന്താ പറയുന്നത്? ഇവിടെ പ്രിൻ്റ് സ്റ്റാർ ഇൻറ്റു 3, സ്റ്റാർ സ്റ്റാർ സ്റ്റാർ. അടുത്ത i = 3 വരാൻ പറ്റുമോ? ഇവിടെ ഇല്ല. 3 ആണ് ഇവിടുത്തെ നമ്പർ എങ്കിൽ 0 1 2 വരെ പ്രിൻ്റ് ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെ 3 വട്ടം ലൂപ്പ് റണ്ണായപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് കിട്ടി. ഇവിടെ 5 ആണെങ്കിൽ ഇതേപോലെ ഇവിടെയും 5 വരും. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ പ്രിൻ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ പ്രിൻ്റ് ചെയ്യും. അടുത്ത ദിവസം നോക്കേ. അടുത്ത ദിവസം എന്താ പറയുന്നത്? ഇൻപുട്ട് 2ഉം 3ഉം ആണെന്ന് വിചാരിക്കാം. ഇൻപുട്ട് 2ഉം 3ഉം ആണെങ്കിൽ 2 റോയും 3 കോളവുമുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാവും. ഇതിൻ്റെ ലെങ്ത് 3ഉം ബ്രെഡ്ത്ത് 2ഉം. കണ്ടോ, ലെങ്ത് 3 സ്റ്റാർ, ബ്രെഡ്ത്ത് 2 സ്റ്റാർ. അങ്ങനെയുള്ളൊരു എന്ത് പ്രിൻ്റ് ആവും? റെക്റ്റാങ്കിൾ പ്രിൻ്റ് ആവും. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതും കൂടെ ചെയ്തിട്ട് നിർത്താം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ അല്ലേ? പക്ഷെ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായെന്ന് തോന്നുന്നു. ട്രയാങ്കിൾ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അതോ റെക്റ്റാങ്കിളുള്ള അടുത്ത ക്ലാസ് ചെയ്യാം? ടൈം അധികരിച്ചു. റെക്റ്റാങ്കിൾ അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ബൈ. ഇതിന് കഴിഞ്ഞ ശേഷം വരുന്ന അസൈൻമെൻറ്റുകൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇനി തൊട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഒരു പ്രത്യേക സൈറ്റിലാണ് വരാൻ പോകണം. ആ സൈറ്റിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അത് കറക്റ്റ് ആണോ ഇല്ലയോ തെറ്റാണോ ഒക്കെ. ഓക്കെ, അപ്പോൾ ബൈ.